വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമസ്കാരം. സ്വപ്ന വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതായത് വീട് പണിയാൻ എളുപ്പമാണ്, സ്ഥലം വാങ്ങി വീട് പണിയാനാണ് ബുദ്ധിമുട്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. പ്രത്യേകിച്ച് നഗരമേഖലകളിലൊക്കെ വീട് പണിയുമ്പം രണ്ട് വെല്ലുവിളികളാണുള്ളത്. ഒന്ന്, ഒരു തുണ്ട് ഭൂമിക്ക് പോലും വലിയൊരു തുക കൊടുക്കേണ്ടി വരും. രണ്ട്, ഈ 3-4 സെൻറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീട് പണിയുക എന്നുള്ളൊരു ടാസ്കും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വെല്ലുവിളികളും വളരെ ഫലപ്രദമായിട്ട് മറികടന്നൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. നമ്മളുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലമുക്കിലാണ്. ഇവിടെയുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജോജി സൈമൻ്റെയും കുടുംബത്തിൻ്റെ വീടാണ്. വെറും 3 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിങ്ങും ചെയ്ത 45 ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു അടിപൊളി വീട്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് വീട്ടുകാരൻ, തിരുവനന്തപുരം മനോരമയിലെ ചീഫ് റിപ്പോർട്ടറായിട്ടുള്ള ശ്രീ ജോജി സൈമൺ. നമസ്കാരം. നമ്മൾ ഒരുപാട് വീട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ തന്നെ ഒരു സഹപ്രവർത്തകന്റെ വീട് ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ്. അപ്പം ചെറിയ സ്ഥലത്ത് പണിത ഒരു വീട് അല്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ പണിതൊരു വീട്. അപ്പോൾ എന്താണ് ഈ വീടിൻ്റെ ഒരു കഥ? വീടിൻ്റെ കഥ, ഞങ്ങൾ 3 സെൻറ്റ് എന്നുള്ളൊരു വൈഫാണ് അങ്ങനെ ഒരു ആശയം പറഞ്ഞത്. നമുക്ക് 3 സെൻറ്റിൽ മതി ഒരു വീട്. അപ്പം ഞങ്ങൾ ചിന്തിച്ചത് ഫ്ലാറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഏരിയയിൽ ഫ്ലാറ്റ് കിട്ടുന്ന ഒരു വിലയ്ക്ക് ഒരു 3 സെൻറ്റിൽ ഒരു വീട് പണിയാം. അപ്പോൾ പരമാവധി 3 സെൻറ്റ് മതി എന്ന് തീരുമാനിച്ചു. അതിൽ ഒതുങ്ങുന്നൊരു വീട്. അങ്ങനെ കുറേ സ്ഥലം അന്വേഷിച്ച് നടന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്ത് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇതിനകത്തൊരു പഴയ കെട്ടിടം, ഇത് 2 തട്ടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആദ്യം ഞങ്ങളുടെ വെല്ലുവിളി ഇത് ഉയർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു വലിയ റിട്ടേണിംഗ് വാൾ കെട്ടി സ്ഥലം ലെവൽ ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആലോചിച്ചത് 3 സെൻറ്റാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ചിന്തിക്കുക ഒരു കൊച്ചു വീടാണല്ലോ പറ്റുക. പക്ഷെ ഞങ്ങൾക്ക് കൊച്ചായിരിക്കുമ്പോഴും ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന രീതിയിൽ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പല ആശയങ്ങൾക്കൊടുവിൽ ഞങ്ങളുടെ ആർക്കിടെക്റ്റിൻ്റെ ഒക്കെ സഹായത്തോടെ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. വീടിൻ്റെ ഒരു സ്റ്റൈല് നമ്മൾ ഒരു ട്രഡീഷണൽ ഒരു ട്രോപ്പിക്കൽ മിക്സ് ആയിട്ടാണ്. ഇതൊരു 4 തട്ടായിട്ടാണ് യഥാർത്ഥത്തിൽ വീടിരിക്കുന്നത്. അത് 3 നിലകളും ആ താഴത്തെയും 1ാമത്തെ നിലയുടെ ഇടയിൽ ഒരു മെസ്സനൈനും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 തട്ടായിട്ടാണ്. അങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് വന്നത്. വീട് 3 സെൻറ്റ് പണിയുന്നതിനേക്കാൾ എന്നെ ഏറ്റവും അധികം എനിക്കൊരു ചലഞ്ച് വന്നത് എങ്ങനെ ഇതിനകത്തൊരു വണ്ടി കയറ്റും എന്നുള്ളതായിരുന്നു. ഒന്ന്, റോഡിൻ്റെ കിടപ്പ്, ഹൈറ്റാണ്. ഇത് കുറച്ച് താണ് കിടക്കുന്നു, ഇപ്പുറത്തോടെ ഒരു റോഡ് പോകുന്നു. അങ്ങനെ 2 റോഡിൻ്റെ ഇടയിൽ അപ്പോൾ വണ്ടി എങ്ങനെ കയറ്റും? എൻ്റെ ഒരു മിനി SUV ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കയറ്റുക എന്നുള്ളൊരു വെല്ലുവിളി. കാരണം ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുടെ ഈ 3 സെൻറ്റിലും 2 സെൻറ്റിലൊക്കെ വീട് കണ്ടത് ഏറ്റവും വലിയ ചലഞ്ച് അവർക്ക് ഈ പലരും വണ്ടി പുറത്തായിരുന്നു. പക്ഷെ എനിക്ക് വണ്ടി മുറ്റത്ത് തന്നെ കിടക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഈ മുറ്റത്ത് ഇങ്ങനെ കിടന്നുകൊണ്ട് വണ്ടി കയറ്റി നോക്കാൻ പറ്റിയില്ല. അവസാനം വീട് മാറുന്നതിന് ഒരാഴ്ച മുമ്പാണ് ആദ്യമായിട്ട് വണ്ടി മുറ്റത്ത് കയറ്റിയത്. അപ്പം സുഖമായിട്ട് കിടക്കുന്നുണ്ട്. അതിന് ഈ സ്ലൈഡിങ് ഗേറ്റ്, ഈ ഗേറ്റ് അങ്ങനെ പോയി കഴിഞ്ഞ് അതങ്ങോട്ട് പോകും. ഇത് അടച്ചിട്ടാൽ നമുക്കൊരു ചെറിയ ഗേറ്റ് നടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റ്, സ്ഥലം അധികം കളയാതിരിക്കാനായിട്ട് 2 വശം സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റ്. ഈ റോഡ് കൂടെ ഉപയോഗിക്കാൻ പറ്റിയത് കൊണ്ട് ഉപകാരമായി, നമുക്കുള്ള റോഡായതുകൊണ്ട്. ഇതിനകത്ത് നമ്മളൊരു കിണറും കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കിണർ കുത്തി, ഈ വീട് പണിയാനുള്ള എല്ലാ വെള്ളവും ആ കിണറിൽ നിന്നാണ്. അത് പിന്നീട് അത് ഒരു ഹാഫ് സ്ലാബ് കൊടുത്തിട്ട് മറച്ചിരിക്കുകയാണ് ആ കിണർ. അതുപോലെ ഈ സിറ്റ് ഔട്ടിലേക്ക് വന്നാൽ ഇവിടെ ഒരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അവിടെ ഒരു ചാരുകസേര, അത് എൻ്റെ ഫാദർ ഉപയോഗിച്ചിരുന്നതാണ്. ഫാദർ മരിച്ച ശേഷം ഞാൻ അതിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ അത് കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ വെച്ചതാണ്. നമ്മൾക്ക് ഇവിടെ ജനൽ, വാതിൽ അങ്ങനെ തടി വളരെ കുറവാണ്. ഇത് സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് വന്നാൽ ഇവിടെ ഒരു ചെറിയ ഫോയർ, ഇതൊരു ഡൈനിങ്ങിന് ഒരു ഓപ്പൺ തീമാണ് താഴെ. അപ്പോൾ ഡൈനിങ്ങിന് നമ്മളിവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നതാണ്. അത് ഈ GA ഷീറ്റും പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അൺഈവൻ ആയിട്ടുള്ള ഷേപ്പിൽ ഒരു പാർട്ടീഷൻ, ഒരു ചെറുതായി ഒന്ന് അകത്തേക്ക് കാണണം, എന്നാൽ ചെറിയൊരു മറവും വേണം. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പുറമേ 2 നിലയെങ്കിലും 3 നിലയുടെ സൗകര്യങ്ങൾ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ വീട്ടിലെ ഇടങ്ങളൊന്ന് പറയാം. താഴേക്ക് വരുമ്പം ഒരു സിറ്റ് ഔട്ട്, അകത്തേക്ക് കയറുമ്പോൾ ഒരു ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, താഴെ ഒരു ബെഡ്റൂം, ഒരു പാറ്റിയോ സ്പേസ്. ഇനി ഇതിനിടയ്ക്ക് ഒരു മെസ്സൈൻ ഫ്ലോർ ഉണ്ട്. അവിടെ ഒരു ലൈബ്രറിയും അപ്പുറം ഒരു ലിവിങ് സ്പേസ് പോലെ ഒരുക്കിയിട്ടുണ്ട്. മുകൾ നിലയിൽ 2 ബെഡ്റൂംസ്, പിന്നെ ഏറ്റവും മുകൾ നിലയിൽ ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് ഏകദേശം ഒരു 1600 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, എനിക്ക് വീടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പേഷ്യസ് ആവണമെന്നൊരു ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. മാക്സിമം ഒരു 1500 സ്ക്വയർ ഫീറ്റ്. ഇപ്പം 3 സെന്റ് എന്ന് പറയുന്ന ഒരു സ്പേസ് കൺസ്ട്രെയിൻസ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിമിതിയല്ല. കഴിയാവുന്നത്ര ഓപ്പൺ സ്പേസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് എൻ്റെ അമ്മയും ഞാനും കൂടെ പെയിന്റ് അടിച്ചാണ്. അതായത് നമുക്ക് ഹൗസ് വാമിംഗ് എന്ന് പറയുമ്പോൾ
എന്ത് ചടങ്ങ് വേണം എന്നുള്ളതിനെ കുറിച്ച് ആക്ച്വലി ഞങ്ങൾ ചടങ്ങുകളിലും ആചാരങ്ങളിലൊന്നും അധികം വിശ്വസിക്കാത്ത ഒരാളുകളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തിപരമായി നമുക്കൊരു വൈകാരികത ഫീൽ ചെയ്യുന്ന ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഈ കാൽപാദങ്ങൾ ഇതുപോലെ മോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിൽ ചവിട്ടിയാണ് വീട്ടിലേക്ക് കയറിയത്. അത് പിന്നീട് ഇവിടെ ഫ്രെയിം ചെയ്ത് ഒരു ആർട്ട് വർക്കായിട്ട് നമ്മൾ സൂക്ഷിക്കുകയായിരുന്നു. ഇതിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കോമൺ ഏരിയാസിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് 4x2 മാറ്റ് ഫിനിഷ്ഡ് വൈറ്റ് ടൈൽസ് ആണ്. ചെറിയ സ്പേസുകൾ വിശാലമായി തോന്നിക്കാനായിട്ട് ഇത്തരം ടൈലുകൾ ഉപകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ വീടുകളിൽ ട്രെൻഡായിട്ടുള്ള മൊറോക്കൻ സീരീസ് ടൈൽസും ഇവിടെ പലയിടങ്ങളിലും മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പം സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസ് വരുന്നത്. അല്പം സങ്കനായിട്ടാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു എൽ-സീറ്റർ റെഡിമെയ്ഡ് സോഫ നൽകിയിട്ടുണ്ട്, ടീപ്പോയ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ TV യൂണിറ്റിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. അപ്പം സ്റ്റെയറിൻ്റെ ആദ്യത്തെ ലാൻഡിംഗ് ആണ് ലിവിംഗ് സ്പേസിൻ്റെ സീലിംഗ് ആയിട്ട് വരുന്നത്. ഒരു അലൂമിനിയം വുഡ് ഫിനിഷിലാണ് ഈ സീലിംഗ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ നൽകി അത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പേസ് ആണ് ഈ ഒരു പാറ്റിയോ അല്ലെങ്കിൽ സൈഡ് കോർട്ട്യാർഡ്. ചെറിയ സ്ഥലത്ത് പണിയുന്ന വീടുകളിൽ സ്ഥലം ഉപയുക്തമാക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ചുറ്റുമതിൽ ഉയർത്തി കെട്ടി ആ സെറ്റ് ബാക്ക് സ്പേസ് ഒരു പാറ്റിയോ അല്ലെങ്കിൽ സൈഡ് കോർട്ട്യാർഡായിട്ട് മാറ്റുക എന്നുള്ളത്. ഇവിടെ ഒരു സ്ലൈഡിംഗ് UPVC ഡോർ വഴിയാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത്. UPVC ഡോറുകളെ കുറിച്ച് ഒരു എപ്പിസോഡ് ഞാൻ നമ്മുടെ വീടൊരുക്കാമെന്നുള്ള ഷോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഷോ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ലൈഡിംഗ് UPVC ഡോർ കൂടാതെ ഒരു സ്ലൈഡിംഗ് മോസ്കിറ്റോ മെഷും നൽകിയിട്ടുണ്ട്. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ആ ഡോർ തുറന്നിടാം. പ്രാണികളുടെ ഒന്നും ശല്യമില്ലാതെ ആ ഒരു വെന്റിലേഷൻ സുഗമമാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. നമ്മൾ ലിവിങ് പിന്നെ കുറച്ച് വിശാലമാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇവിടെ ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം ഇതാണ്. ഇവിടെ വന്ന ആളുകളും വളരെ ഇഷ്ടത്തോടെ പറഞ്ഞത്, കാരണം കുറച്ച് ഗ്രീനറി കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ ഈ ചെറിയൊരു ഷെയ്ഡ് കിട്ടും. ഈ ഗ്ലാസ് ഈ ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മേളിൽ. അപ്പോൾ ഇവിടെ ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഇരിപ്പിടം എന്ന് പറയുന്നത് ഈ GAയുടെ ഷീറ്റാണ്. നമ്മൾ ഗേറ്റിനടുത്ത് ഷീറ്റ് നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് അതൊരു ഇരിപ്പിടമാക്കി. പിന്നെ ഇവിടെ പെബിൾസ് വെച്ചിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സീറ്റിംഗ് ഉണ്ട്, അവിടെ ഒരു സീറ്റിംഗ്. എന്ന് വെച്ചാൽ ഇത്ര ഏരിയ ഉദ്ദേശിക്കുന്നത് ഈ ലിവിങ്ങിൽ വരുന്ന നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളുകൾ അവരുമായിട്ടൊന്ന് ഓപ്പൺ എയറിൽ നിന്ന് സംസാരിക്കുക. ഈ മതിൽ അത്യാവശ്യം ഉയരമുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസി കിട്ടും. പിന്നെ ഇവിടെ വരാന്ത എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഓടൊക്കെ വെച്ച് വീട് പണിയുമ്പോൾ വരാന്ത ഒരു പഴമയുടെ ഭാഗമാണല്ലോ. അപ്പോൾ വരാന്ത വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വരാന്ത കൊടുത്ത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് താഴത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കാറ്റ് കൊള്ളാനും ഒക്കെ ആയിട്ട്, അമ്മയുടെ ബെഡ്റൂമാണ്. അപ്പോൾ ഒന്ന് കാറ്റ് കൊള്ളാനും അവർക്ക് പുറത്തിറങ്ങി ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം അവിടെ ബെഞ്ചിൽ ഇരിക്കാം. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പാസേജ്, ഒരു ഗേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് നമ്മുടെ ഈ സ്പേസിൽ ഒരു കൊച്ചു ഡൈനിങ് ആണ്. അതിങ്ങനെ ബെഞ്ച്, സ്റ്റൂള്, ചെയർ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ചെയ്തെടുത്താണ്. ഒരു മഹാഗണിയുടെ ഫുഡ് വെച്ചിട്ട് ചെയ്തെടുത്താണ്. പിന്നെ ചെറിയൊരു ഹൈറ്റ് ഒരു സ്റ്റൂള് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഇത് യഥാർത്ഥത്തിൽ നമ്മളൊരു തിക്നെസ് കൂടിയ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വൈറ്റ് ഇവിടെ വേണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ഉപയോഗിച്ചു. ഇതാണ് നമ്മുടെ വാഷ് യൂണിറ്റ്. ഇപ്പോൾ ഈ ലിവിങ്ങിന് ചേർന്ന് വരുന്നതുകൊണ്ട് നമ്മളൊരു ചെറിയ പാർട്ടീഷൻ കൊടുത്തു. അപ്പോൾ ആ പാർട്ടീഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നമ്മൾ ഈ ചക്രക്കെട്ട് എന്ന് പറയുന്ന ഒരു കെട്ടുണ്ട്. അത് ഈ ചൂരലിനും ചെയ്യാം, വള്ളിക്കും ചെയ്യാം. അപ്പോൾ അത് ഇത് പ്ലൈവുഡിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നമ്മളിത് ചെയ്തെടുത്തതാണ് ഇങ്ങനെയൊരു പാറ്റേൺ. ഒരു വളരെ ചെറിയ കിച്ചണാണിത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ കിച്ചൺ അങ്ങനെയൊരു പാചകം എന്നുള്ള എപ്പോഴും പാചകം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത്യാവശ്യം ഫാമിലി ആളുകൾ വരുമ്പോൾ ചെറിയൊരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ്. ഒരു വർക്കിംഗ് കിച്ചൺ പുറത്തുണ്ട്. നമ്മളിവിടെ കാഫിൻ്റെ വുഡ് ആൻഡ് ഹോബാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. കബോർഡുകൾ പ്ലൈവുഡും മൈക്കയും വെച്ചിട്ട് ചെയ്തിരിക്കും. താഴത്തെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. അത് അമ്മയുടെ ബെഡ്റൂമാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഒരു കോമ്പാക്ട് ബെഡ്റൂമാണ്, വലിയ സൈസ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ ഒരു വിൻഡോയാണ് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ ബെഡിൻ്റെ ആ ഭാഗത്തായിട്ട് മുകളിൽ ഒരു ചെറിയ കാറ്റും വെളിച്ചവും കയറാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കർട്ടനിട്ട് മറയ്ക്കാം. പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങിയിരിക്കാൻ, അത്യാവശ്യം ഒന്ന് കാറ്റ് കൊള്ളാൻ, മുറിക്കകത്ത് മാത്രം അടച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ ഇവിടെ ഒരു വരാന്ത, ഈ പാറ്റിയോയുടെ ഭാഗമായിട്ട് നമ്മളൊരു വരാന്ത ചെയ്തിട്ടുണ്ട്. അപ്പം സ്പേസ് അധികം കളയാതെ ഉള്ളൊരു സ്റ്റെയറിൻ്റെ ഡിസൈനാണ് ഇവിടെ ഉള്ളത്. മെറ്റൽ സ്ട്രക്ചറിൽ മഹാഗണിയുടെ പ്ലാങ്ക് വിരിച്ചാണ് ഈ ഒരു സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത്. കൈവരികളിലും അതുപോലെ തന്നെ മെറ്റലും
മഹാഗണിയുമാണ് വരുന്നത്. അപ്പോൾ സ്റ്റെയർ കയറി എത്തുന്ന ആദ്യത്തെ ലാൻഡിംഗ് സ്പേസ് ഒരു മെസനൈൻ ഫ്ലോർ പോലെ ഒരുക്കിയിരിക്കുകയാണ്. മെസനൈനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബുക്ക് ഷെൽഫ് ഇവിടെ ഇരിക്കാനൊപ്പം തന്നെ സ്റ്റോറേജും കൂടാണ്. മോൻ്റെ ടോയ്സ് ഒക്കെ ഇവിടെ വെക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ വെസ്റ്റ് സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാറ്റ് വരും. അപ്പോൾ ആ കാറ്റ് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രില്ല് ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ ഉയർത്തി വെക്കാതിരിക്കുക. അതുപോലെ പുറത്ത് മഴ പെയ്യുമ്പോൾ നമുക്ക് കാണാൻ താഴെ ഈ പാറ്റിയോയിൽ ഇരിക്കുന്നവരുമായിട്ട് വേണമെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതൊക്കെയാണ് ഇത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു കിളിവാതിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മോൻ്റെ ബെഡ്റൂം ആണ്, കിഡ്സ് ബെഡ്റൂമാണ്. അപ്പോൾ അവൻ്റെ സ്റ്റഡി ഏരിയ ആണ് താഴെ വരുന്നത്. അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് നമുക്ക് അവനെ ശ്രദ്ധിക്കാനും അവന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന കാറ്റ് ഇത് തുറന്നാൽ അകത്തേക്ക് പോവുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഇത് ഈ മൂന്നാമത്തെ നിലയിലേക്കുള്ള ഒരു പാസേജും നമ്മുടെ സ്റ്റെയർ ഏരിയ ആണ്. പക്ഷെ ഞങ്ങളതൊരു ഒരു ചെറിയ അപ്പർ ലിവിങ്, വേറെ ഒന്നുമില്ല. നമുക്ക് രാവിലെ വരുമ്പോൾ ഒന്ന് യോഗ ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ പത്രം വായിക്കാനോ അങ്ങനെ ഒരു ഇതിന് ചെയ്തതാണ്. അപ്പം കിച്ചൺ താഴെ ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു പിന്നെ കെറ്റിലൊക്കെ കൊടുത്ത് രാവിലെ ചായ ഉണ്ടാക്കാൻ, അതിൽ ഈ വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫാമിലി ഫോട്ടോസ്, നമ്മുടെ തുടക്കം മുതൽ കല്യാണ ഫോട്ടോ മുതൽ അങ്ങനെയുള്ള മോൻ്റെ ഫോട്ടോസ് അങ്ങനെ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. ഇത് നമ്മളിവിടെ ഒരു ചെറിയ ഒരു ബാർ കൗണ്ടർ പോലെ ചെറുതായിട്ട് ഒരു ഭംഗിക്ക് ചെയ്തതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചെടി കയറ്റി ഈ പർഗോളയുടെ മുകളിൽ കൂടെ വിടുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഫൗണ്ടൻ കൂടെ ആയി ഇതിനകത്ത് ഗപ്പിയൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഒരു ഗ്രീനറി ഉള്ള അത്യാവശ്യം ഒരു വാട്ടർ ബോഡിയും ഗ്രീനറി എല്ലാം കൂടെ വരുന്ന ഒരു ചെറിയ ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. പിന്നെ ഇവിടെ 2 സിംഗിൾ വിൻഡോസ് ഉണ്ട്, ആ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ രീതിയിലേക്ക് വന്നില്ലെങ്കിലും നമ്മുടെ ഒരു സ്റ്റോറേജ്, ഇവിടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊടുക്കാനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന് ഗ്രില്ലില്ല, ഈ ജനലിന് ഗ്രില്ല് കൊടുക്കാതെ ഇതിങ്ങനെ 3ആയിട്ട് മടക്കി വെക്കുന്ന ജനലാണ്. ഇങ്ങനെ മടക്കി വയ്ക്കും. പിന്നെ ഇത് ഹാഫ് ഗ്രില്ലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മഴ പെയ്താൽ നമുക്ക് മഴ കാണുക, എന്നാൽ മഴ നമ്മൾ ശല്യം ചെയ്യാതെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഒരു ചായ കുടിച്ച് പുസ്തകമൊക്കെ വായിച്ച് വൈകുന്നേരം ഇരിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സംഗതി. ഇത് ഞങ്ങളുടെ ആർട്ടിക് സ്പേസ് ആണ്. അത് മേൽക്കൂര ഈ രൂപത്തിലായതുകൊണ്ട് അതിൻ്റെ അടിയിലുള്ള സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. 2-3 പർപ്പസ് ഇതിനകത്തുണ്ട്. ഒന്ന്, നമുക്ക് രാത്രിയിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന, വായിക്കാനൊക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, ഒഴിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് ഇവിടെ ഈ ചൂരലിൻ്റെ ഫർണിച്ചറുകൾ ഇത് പഴയ വീട്ടിലുണ്ടായിരുന്നതാണ്. നമ്മൾ തുടക്കം മുതലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് കൊണ്ട് ഇനി വരാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കാം. രണ്ടാമത്തെ പർപ്പസ്, ഇപ്പം 3 ബെഡ്റൂമാണ് ഉള്ളത്. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകൾ പുറത്തുനിന്ന് വന്നാൽ അവർക്കൊന്ന് കിടക്കാൻ ഞങ്ങളുടെ ബെഡ്റൂം ഇട്ട് കൊടുത്ത് ഞങ്ങൾക്ക് മാറി കിടക്കാനുള്ള ഒരു സ്ഥലം, ഒരു ബെഡ് ഇട്ടിട്ട്. പിന്നെ മറ്റൊന്ന് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇവിടെ ഒരു സർക്കിൾ ജനലാണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ടഫൻ ഗ്ലാസ് ആണ്. മൊത്തത്തിൽ മെയിൻ റോഡിലേക്കുള്ളൊരു കാഴ്ച കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പച്ചപ്പൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കാം. അതിൻ്റെ ഒരു രസം. ഹായ്, ഇതെൻ്റെ ബെഡ്റൂമാണ്. ഇത് അവഞ്ചേഴ്സിൻ്റെ 3D സ്റ്റിക്കർ, 2 സ്പൈഡർമാൻ്റെ 3D സ്റ്റിക്കർ, ഇവിടെയും 2 സ്പൈഡർമാൻ്റെ 3D സ്റ്റിക്കർ. ഇവിടെ ബുക്സ്, ക്രയോൺസ്, പിന്നെ ഇവിടെയാണെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോ, കളേഴ്സ്, പിന്നെ ഇതാണ് എൻ്റെ കിളിവാതിൽ. ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് എല്ലാം കാണാൻ പറ്റും. ആ ക്ലോക്കിലെ സമയവും നോക്കാൻ പറ്റും. പിന്നെ ഇതെനിക്ക് കറണ്ട് പോകുമ്പോൾ ഓൺ ചെയ്യാനുള്ള ലൈറ്റാണ്. ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. 3 തരത്തിലാവും. പിന്നെ ഇതെൻ്റെ ബെഡും എൻ്റെ തലയണയാണ്. ഒറ്റ ആളായതുകൊണ്ട് എനിക്ക് ഒരു തലയണ മതി. പിന്നെ ഇതെൻ്റെ ബാൽക്കണി. ഇവിടെ നിന്ന് എനിക്ക് ക്രിസ്മസ് സ്റ്റാറൊക്കെ തൂക്കിയിടാൻ പറ്റും. ഇവിടെ എനിക്ക് നാച്ചുറലിനോട് നല്ല ഇഷ്ടമായതുകൊണ്ട് എൻ്റെ അമ്മ ഇവിടെ ഓട് കൊടുത്തു. ഇവിടെയൊക്കെ എൻ്റെ ഡ്രസ്സും എൻ്റെ പാവകളും പിന്നെ എൻ്റെ പണ്ടത്തെ ഡ്രസ്സും ഒക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പം ചെറിയ സ്ഥലമേ ഉള്ളൂ എന്ന് കരുതി നിങ്ങളുടെ ഭവന സ്വപ്നങ്ങളൊന്നും പരിമിതമാക്കേണ്ടതില്ല എന്ന് സ്ഥലപരിമിതിയെ അപ്രസക്തമാക്കി നിർമ്മിച്ച ഈ ഒരു വീട് തെളിയിക്കുന്നു. അപ്പം 3 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ മനോഹരവും വിശാലവുമായ ഒരുക്കിയ ഈ ഒരു സ്വപ്ന വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.